സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതുതായി രൂപീകരിച്ച മേൽനോട്ട സമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കും. പുതിയ സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയാണ് അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതുതായി രൂപീകരിച്ച മേൽനോട്ട സമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ സന്ദർശിക്കും. പുതിയ സമിതി രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയാണ് അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. കേരള, തമിഴ്നാട് സർക്കാരുകളുടെ പ്രതിനിധികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലെ ഗവേഷണ ഉദ്യോഗസ്ഥരും ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥനും സംഘത്തിൽ അംഗങ്ങളായുണ്ട്. കാലവർഷം ആരംഭിക്കുന്നതിനു മുമ്പും കാലവർഷ സമയത്തും അണക്കെട്ടിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടത് നിലവിലെ സമിതിയാണ്. തേക്കടിയിലെത്തിയ സംഘം ബോട്ട് മാർഗം അണക്കെട്ടിലേക്ക് പോയി ബേബി ഡാം സന്ദർശിക്കുകയും ഷട്ടറുകൾ ഉയർത്തി പരിശോധിക്കുകയും ചെയ്യും. തിരിച്ചെത്തുന്ന സംഘം ഉച്ചയ്ക്കു ശേഷം കുമളിയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.